കരിമ്പിൻ തോട്ടത്തിൽ പോയിട്ടുണ്ടോ? കരിമ്പിൻ തോട്ടം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കാറും ബൈക്കും വാഹനങ്ങളുമെല്ലാം ഇനി കരിമ്പിൻ തോട്ടം കാണാൻ പോവുകയാണ്. നിതിൻ ഗഡ്കരി തോട്ടത്തിൽ അയക്കാൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ നോക്കാം E20യുടെ വിശേഷങ്ങൾ. E20 20% എഥനോൾ കലർത്തിയ പെട്രോൾ. രാജ്യത്തെ പെട്രോളുകളിലെ എഥനോൾ കണ്ടന്റ് 20% വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഉടൻ തന്നെ രാജ്യത്ത് E20 മാത്രം ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക്, അതായത് ലഭ്യമായ മുഴുവൻ പെട്രോളുകളും E20 ആക്കുന്ന തരത്തിലേക്ക് നീങ്ങുമെന്നാണ് വിവരം. ഇതോടെ എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർഫോമൻസ് എന്താകും? ഇതാണ് ആശങ്ക. ഈ ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. എഥനോൾ കലർന്ന പെട്രോൾ ഒഴിച്ച് വാഹനം ഓടിച്ചാൽ മൈലേജ് കുറയുമോ? എൻജിൻ തുരുമ്പെടുക്കുമോ? വാഹനത്തിൻ്റെ ആയുസ് കുറയുമോ? ഇത്തരം E20 പെട്രോളുകൾക്കായി ഡിസൈൻ ചെയ്തതല്ല നമ്മുടെ നിരത്തുകളിലെ വാഹനങ്ങൾ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതെങ്ങനെയൊക്കെ വാഹനത്തെ ബാധിക്കാമെന്നും ധാരാളം ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തരം വാദങ്ങളെല്ലാം ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിലല്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. ഇതൊന്നും വിദഗ്ധ വിശകലനങ്ങളല്ല എന്നാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പറയുന്നത്. കച്ചവടത്തെ ബാധിക്കുമെന്ന പേടികൊണ്ട് പെട്രോൾ ലോബികളാണ് ഈ ഭീതി പരത്തുന്നതെന്നാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതികരണം. എന്തായാലും കടുത്ത എതിർപ്പുകൾക്കിടയിലും 20% എഥനോൾ കലർന്ന പെട്രോൾ വ്യാപകമാക്കുന്ന നയവുമായി മുന്നോട്ട് പോകുകയാണ് നമ്മുടെ സർക്കാർ. രാജ്യത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 88% നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഇത് ഓരോ വർഷവും എന്നോണം വർദ്ധിച്ചു വരികയാണ്. ഇത് രാജ്യത്തെ പല രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിലുള്ള ആശ്രയത്വം കുറക്കുന്നതിൻ്റെ ഭാഗമായാണ് പെട്രോളിൽ എഥനോൾ അഥവാ ഇഥൈൽ ആൽക്കഹോൾ ചേർക്കാൻ ആരംഭിച്ചത്. റഷ്യൻ പെട്രോൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് സർക്കാർ ഈ നീക്കം നടത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ അമിതോപയോഗം വരുത്തുന്ന പരിസ്ഥിതി ആഘാതം ചെറുതല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പെട്രോളിനും ഡീസലിനും പകരം കാർബൺ നിർഗമനം കുറവുള്ള ജൈവ ഇന്ധനങ്ങൾ കണ്ടെത്താനും ഉപയോഗിക്കാനുമുള്ള ശ്രമങ്ങൾ പണ്ടേ നടന്നു വരുന്നതുമാണ്. ജൈവ വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് ബയോഫ്യുവൽ അഥവാ ജൈവ ഇന്ധനം. കരിമ്പ്, വിവിധ ഇനം പഴങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല സസ്യങ്ങളിൽ നിന്നും നെല്ലിൽ നിന്നൊക്കെ ഫെർമെൻറ്റേഷൻ വഴി ബയോ എഥനോൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് എഥനോൾ ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങി അത് പെട്രോളിൽ ചേർത്ത് വിപണനം ചെയ്യുന്നത്. ഇത് 20% എഥനോളും 80% പെട്രോളുമായാൽ E20 എന്ന ഇന്ധനമാകും. 2014 പെട്രോളിൽ എഥനോൾ ചേർക്കുന്ന പദ്ധതിക്ക് തന്നെ തുടക്കമിടുന്നത്. അന്ന് വെറും 1.5% മാത്രമായിരുന്നു ഈ മിക്സിംഗ്. പിന്നീട് ഇത് 10%. ഈ വർഷം മുതൽ ഇത് 20%. നിലവിൽ രാജ്യത്തെ വലിയൊരു ശതമാനം പൊതുമേഖലാ പമ്പുകളിലും E20 ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ വർഷത്തോടെ രാജ്യത്തെ എല്ലാ സ്വകാര്യ പൊതുമേഖലാ പെട്രോൾ പമ്പുകളിലും E20 പെട്രോൾ ലഭ്യമാകുമെന്നാണ് കമ്പനികൾ വ്യക്തമാകുന്നത്. വൈകാതെ തന്നെ E20 ഇന്ധനം മാത്രമാക്കി മാറ്റാനാണ് ഇപ്പോഴത്തെ പദ്ധതി. എന്നാൽ ഇത് വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കുറയ്ക്കുമെന്നും വാഹനത്തിൻ്റെ പെർഫോമൻസിനെ തന്നെ ബാധിക്കുമെന്നുമുള്ള ആശങ്കകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ജ്വലനശേഷിയുള്ള ഇന്ധനമാണ് എഥനോൾ. പെട്രോൾ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളോടൊപ്പം ചേർത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ സാധാരണ ഇന്ധനങ്ങളിൽ എഥനോൾ കൂടുന്നതിനനുസരിച്ച് എൻജിൻ്റെ പ്രവർത്തനശേഷി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കാർബറേറ്റർ പോലുള്ള ടെക്നോളജിയിലുള്ള പഴയ എൻജിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇന്ധനക്ഷമതയിലും മൈലേജിലും മറ്റു പെർഫോമൻസിലുമെല്ലാം കാര്യമായ കുറവുണ്ടാവാൻ സാധ്യതയുള്ളതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മൈലേജിൽ 8% മുതൽ 20% വരെ കുറവുണ്ടാകുന്നതായി ചില വാഹന ഉടമകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ചിലർക്കൊക്കെ എൻജിൻ പണിയും കിട്ടിത്തുടങ്ങിയത്രേ. പുതിയ അത്യാധുനിക എൻജിനുകളുള്ള വാഹനങ്ങളിൽ ഒരുപക്ഷെ ഇതൊന്നും അത്ര പ്രശ്നമുണ്ടാക്കുന്നില്ലായിരിക്കാം. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. എഥനോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഇന്ധനം സൂക്ഷിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒരു പരിധിക്കപ്പുറം ജലാംശമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് വാഹനങ്ങളുടെ എൻജിനെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം. പല വിദേശ രാജ്യങ്ങളിലും പെട്രോളും എഥനോളും വെവ്വേറെയാണ് പമ്പുകളിൽ എത്തിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ
കമ്പനികൾ തന്നെ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത E20 ഇന്ധനമാണ് പമ്പുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഇതും ജലാംശം കലരാനുള്ള സാധ്യത വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. സർക്കാർ നിർദ്ദേശപ്രകാരം 20% എഥനോൾ കലർന്ന പെട്രോൾ തങ്ങൾ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടാൽ അത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്ന് കാണിച്ച് തെലങ്കാന പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ ഒരു സർക്കുലർ തന്നെ പുറത്തിറക്കിയിരുന്നു. പെട്രോൾ വണ്ടിയുടെ ടാങ്കിൽ എത്തിക്കഴിഞ്ഞ് പിന്നീട് വണ്ടിയിൽ ജലാംശം കണ്ടാൽ അത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്നാണ് ഡീലേഴ്സിൻ്റെ ഈ സർക്കുലറിൽ പറയുന്നത്. പരാതികൾ ഉയർന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മുൻകരുതലുകളാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു. അവരും കൈയൊഴിഞ്ഞു എന്നർത്ഥം. ജലാംശം കലർന്നാൽ ലോഹ ടാങ്കുകളൊക്കെയുള്ള വാഹനങ്ങളെ ഇത് കൂടുതലായി ബാധിക്കും. ടാങ്കിൽ തുരുമ്പുകളുണ്ടായി അത് പെട്രോളിൽ കലരാനും എഞ്ചിനെ ബാധിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇന്ധനത്തിൽ എഥനോളിൻ്റെ അളവ് കൂടുന്നത് വാഹനത്തിൻ്റെ പ്ലാസ്റ്റിക്, ഫൈബർ, റബ്ബർ ഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നതായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. വാഹനങ്ങളുടെ ഇന്ധന ടാങ്ക്, പമ്പ്, ഇഞ്ചക്ടർ, ഹോസ് ഇവയ്ക്കെല്ലാം ഇതുമൂലം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സമീപകാലത്ത് വാഹനങ്ങളുടെ ഇന്ധന പൈപ്പുകൾ ഒരിനം വണ്ടുകൾ വന്ന് വ്യാപകമായി തുരക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാരണവും പെട്രോളിലെ എഥനോളിൻ്റെ സാന്നിധ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്ന ചില വാഹനങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ കമ്പനി നിഷേധിക്കുന്നതായും വാർത്തകൾ വന്നിരുന്നു. ഇതും വാഹന ഉടമകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. 2024 കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ആകെ എഥനോൾ ഉൽപ്പാദനം 720 കോടി ലിറ്റർ ആയിരുന്നു. അതിൽ 620 കോടി ലിറ്ററും ഉപയോഗിച്ചത് പെട്രോളുമായി മിക്സ് ചെയ്യാനാണ്. 2024 കേരളത്തിൽ നിന്ന് മാത്രം എണ്ണ കമ്പനികൾ വാങ്ങിയത് 30.26 കോടി ലിറ്റർ എഥനോളാണ്. ഇത് നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ മിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം പറയാം. പരിസ്ഥിതി ഒന്നുമല്ല സർക്കാരിൻ്റെ വിഷയം. E20 കൊണ്ടുവന്നാൽ വിദേശ നാണ്യത്തിൽ നല്ല ലാഭമാണ് സർക്കാരിന്. കഴിഞ്ഞ 14 വർഷം കൊണ്ട് മാത്രം സർക്കാർ ഈ ഇനത്തിലൂടെ ലാഭിച്ചത് 1.3 ലക്ഷം കോടിയുടെ വിദേശ നാണ്യമാണ്. E20 ഇനി കൂടുതൽ വ്യാപകമാകുന്നതോടെ ഈ ലാഭം ഇനിയും വർദ്ധിക്കും. അത്രയും പെട്രോൾ പുറത്തു നിന്ന് ഇറക്കുന്നതിൻ്റെ ചെലവ് നമുക്ക് കുറക്കാം. ശരി, സമ്മതിച്ചു. വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുമെന്നത് പെട്രോൾ ലോബികൾ പറഞ്ഞു പരത്തുന്നതാണെന്ന് വിശ്വസിക്കാം. അതും സമ്മതിച്ചു. സർക്കാരിന് ചെലവും കുറഞ്ഞു. എങ്കിൽ പിന്നെ മറ്റൊരു ചോദ്യം, ഈ ചെലവ് കുറഞ്ഞതിൻ്റെ മെച്ചം കുറച്ചെങ്കിലും പൊതുജനത്തിന് കൊടുത്തുകൂടെ? എന്നെങ്കിലും എഥനോൾ കലർത്തിയ പെട്രോളിന് വില കുറച്ചിട്ടുണ്ടോ നമ്മുടെ സർക്കാർ? E20 വ്യാപകമാകണമെങ്കിൽ 1000 കോടി ലിറ്ററിലേറെ എഥനോൾ ഇന്ത്യയിൽ ആവശ്യമാണ്. എഥനോൾ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി എഥനോൾ ഉൽപ്പാദനത്തിന് വലിയ പ്രോത്സാഹനം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ കരിമ്പിൽ നിന്നും എഥനോൾ ഉണ്ടാക്കാനുള്ള നിയന്ത്രണങ്ങൾ പാടെ നീക്കിക്കളഞ്ഞു. എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് നല്ല വില കൊടുത്തു തുടങ്ങി. ധാന്യങ്ങളിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾക്കടക്കം അനുമതി നൽകി തുടങ്ങി. ഇങ്ങനെ വലിയ രീതിയിൽ എഥനോൾ നിർമ്മാണം നടന്നാൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും ഇതിനു മുമ്പ് അനുഭവങ്ങളുണ്ട്. ഹെക്ടർ കണക്കിന് വനങ്ങൾ വെട്ടിത്തെളിച്ച് എഥനോൾ നിർമ്മാണത്തിനായി കരിമ്പ് കൃഷി നടത്തിയ അനുഭവങ്ങളുണ്ട്. കരിമ്പ് കൃഷിക്കുൾപ്പെടെ ഭൂമി ഉപയോഗത്തിൽ മാറ്റം വരുത്തി ഭക്ഷ്യലഭ്യത അപകടത്തിലാക്കിയതായും അനുഭവങ്ങളുണ്ട്. വലിയ രീതിയിൽ ജലം വലിച്ചെടുക്കുന്ന ഒരു വിളയാണ് കരിമ്പ്. ഇത് വ്യാപകമായി കൃഷി ചെയ്താൽ ആ പ്രദേശത്തെ ജലലഭ്യതയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഗുരുതരമായിരിക്കും. രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന നിർണായകമായ ഒരു മാറ്റം അതാണിത്. ഇത് വേണ്ടത്ര മുൻകരുതലോ പഠനങ്ങളോ ഇല്ലാതെ നടപ്പാക്കിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗം വ്യാപകമാകുന്നതിൽ പ്രധാനമായും പറയപ്പെടുന്ന മെച്ചങ്ങളിലൊന്ന് പാരിസ്ഥിതിക പ്രത്യാഘാതം കുറക്കാമെന്നതാണ്. എന്നാൽ ഇതിലും എതിർപ്പുകൾ ഉയർന്നിരിക്കുന്നു. കാർബൺ പുറന്തള്ളുന്ന കാര്യത്തിൽ രണ്ടിനും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ലത്രേ. ആകെയുള്ളത് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിലുള്ള ഇന്ത്യയുടെ ഡിപ്പെൻഡൻസ് കുറക്കാമെന്ന് മാത്രം. എന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയോ അത് വലുതാണ്. അതോടൊപ്പം E20 ഇന്ധനത്തിന് പെട്രോളിനേക്കാൾ വില കുറയുമെന്ന വാദവും തെറ്റിയിരിക്കുന്നു. പരിഹാരം ഘട്ടം ഘട്ടമായി ഇത് നടപ്പിലാക്കുക എന്നതാണ്. എഥനോളിന് അനുകൂലമായ എഞ്ചിനുകളുള്ള വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. മെല്ലെ മെല്ലെ അതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി എഥനോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാം. നിലവിലെ സാഹചര്യത്തിൽ
വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യക്കനുസരിച്ചുള്ള ഇന്ധനങ്ങൾ ലഭ്യമാകുന്ന സ്ഥിതി ഇവിടെ ഉണ്ടാവണം. പഴയ വാഹനങ്ങൾക്ക് E20 അപ്ഡേറ്റ് കിറ്റുകൾ മാരുതി ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇപ്പോഴേ പുറത്തിറക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അവക്കും വലിയ ചെലവാണ്. രാജ്യത്തെ വാഹനമുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നടങ്കം ആശങ്കയിലാക്കിയാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ ഈ പ്രഖ്യാപനം.